വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അശ്വതി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ആൽപ്സ് ഗുഡ്നസിൻ്റെ ഒരു ഡയമണ്ട് ഫേഷ്യൽ കിറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഹൈഡ്രേറ്റിംഗ് ഫേഷ്യൽ കിറ്റ് വിത്ത് ഗ്ലിസറിൻ എന്നാണ്. ഇത് ഞാൻ purple.com നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 135 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളൊരു ഫേഷ്യലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ 450, അതുപോലെ തന്നെ ഓരോ ഇപ്പോൾ ഗോൾഡൻ, ഡയമണ്ട്, അതുപോലെ പേള് അതൊക്കെ ചെയ്യണമെങ്കിൽ ഒത്തിരി റേറ്റ് ആവും അല്ലേ. അപ്പോൾ നമ്മുടെ purple.com-ൽ ആൽപ്സ് ഗുഡ്നസിൻ്റെ ഫേഷ്യൽ കിറ്റുകൾ ഒരുപാട് ടൈപ്സ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ചാർക്കോൾ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, അതുപോലെ ഡയമണ്ട്, പേള്, ഗോൾഡൻ, അങ്ങനെ കുറേ ഫേഷ്യൽ കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5 സ്റ്റെപ്പുകളാണ് ഇതിലുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം അല്ലേ. ഇൻ ദ കേസ് ഓഫ് കോണ്ടാക്ട് വിത്ത് ഐസ്, നമ്മൾ കണ്ണിലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വെള്ളം ഒഴിച്ച് കളയണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ 5 സ്റ്റെപ്പുകളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1, 2, 3, 4, 5 ഇങ്ങനെ അഞ്ചെണ്ണമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ക്ലെൻസറാണ്. ഒരു ക്ലെൻസർ, അതുപോലെ സ്ക്രബ്, പിന്നെ ടോണർ, പിന്നെ ഒരു ക്രീം ഉണ്ട്, അതുപോലെ തന്നെ ഒരു പാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം വരുന്നത് ഒറ്റ ടൈം യൂസ് ചെയ്യാനുള്ള ഒറ്റ ക്വാണ്ടിറ്റിയാണ് വരുന്നത് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, ഒരു പ്രാവശ്യത്തെ യൂസിനെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ ക്ലെൻസർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്ലെൻസർ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വാട്ടർ വെച്ചിട്ട് റിൻസ് ചെയ്ത് കളയുക എന്നാണ് കേട്ടോ പറയണത്. ഇങ്ങനെയാണ് കേട്ടോ. അതൊരു ജെല്ലി കൺസിസ്റ്റൻസിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു തരി പോലെ ഇങ്ങനെ വരും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബാണ്. 3 to 5 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ നല്ലപോലെ ഡാമ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു വാട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ക്ലോത്ത് വെച്ചിട്ടോ തുടച്ച് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതെങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് വെയിറ്റ് ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനതൊരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പെന്ന് പറയുന്നത് ടോണറാണ്. 2 to 3 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ക്ലോത്ത് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത്. ഇത് നന്നായിട്ട് നമ്മുടെ മുഖത്തൊന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇത് നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓയിൽ മസാജൊക്കെ ചെയ്യുന്ന പോലെയാണ് തോന്നുക കേട്ടോ. ഇതും ഒരു 2 to 3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. നമുക്കൊരു നല്ലൊരു തണുപ്പ് പോലെ ഇങ്ങനെ തോന്നും നമ്മുടെ ഫേസിൽ കേട്ടോ. ഒരു 50 മിനിറ്റ്സ് 12 to 15 മിനിറ്റ്സ് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് സർക്കിളായിട്ട് ഇങ്ങനെ ക്രീം മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു വൈറ്റ് കളർ ക്രീം കൺസിസ്റ്റൻസിയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു 15 മിനിറ്റ്സ് വരെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറയണത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയമണ്ടിൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പാക്കാണ്, ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇതൊരു 15 മിനിറ്റ് വെച്ചിട്ട് ഡ്രൈ ആയ ശേഷം ഒന്നെങ്കിൽ നമ്മളൊരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് കഴുകി കളയട്ടോ. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റത്തെ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല ഒരു സ്മെല്ലാണ്, നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണത്. അതേ ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ബ്രൈറ്റൻ ആയിട്ടുണ്ട്, അതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്, ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് ഫേസിന്. അപ്പോൾ ഇതൊരു നല്ല ഫേഷ്യൽ കിറ്റാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ.